പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇങ്ങനെ ചേർന്നിരുന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ അവിടുത്തെ തിരുവചനങ്ങളെ പങ്കിട്ടെടുപ്പാനും രുചിക്കാനും ഭുജിക്കാനുമൊക്കെ ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ നാളുകളിൽ ഒരു പ്രത്യേക വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതത്തിലെ സ്വഭാവവിശേഷത എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ധ്യാനചിന്ത. ഒടുവിൽ നാം കേട്ടത് അവൻ താഴ്മയുള്ളവനും വിനയമുള്ളവനുമായിരിക്കും എന്നുള്ളതാണ്. അതേ തുടർന്ന് ചില ചിന്തകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ. യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ജീവിത നിയന്ത്രണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിരിക്കും. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ശുദ്ധമുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെ തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അത് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ നാം പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ച്, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ച്, പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ച്, പരിശുദ്ധാത്മാവ് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്നു എന്നതാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. ഒരു യഥാർത്ഥ ഭക്തൻ്റെ ജീവിതം പരിശുദ്ധാത്മ പരിപാലനയിലാണ് നടക്കുന്നത് എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന ഒരു സംഗതി. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു. പരിശുദ്ധാത്മാവല്ല ഒരു വ്യക്തിയെ നടത്തുന്നതെങ്കിൽ ആ വ്യക്തി ദൈവ പൈതലായിരിക്കുന്നില്ല എന്നുകൂടെ ഇതിനൊരു മറുവശമുണ്ട് എന്ന് നാം മറക്കരുത് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മേഖല, പരിശുദ്ധാത്മാവ് ഏതെല്ലാം തലങ്ങളിലൊരു വ്യക്തിയുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും ആ വ്യക്തിയെ പ്രചോദിപ്പിക്കുന്നുവെന്നും സൂക്ഷിക്കുന്നുവെന്നും പരിപാലിക്കുന്നുവെന്നും ഒക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി സ്നേഹപൂർണനായിരിക്കും. സ്നേഹത്താൽ നിറയപ്പെട്ട, സ്നേഹത്താൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ദൈവത്തോടുള്ള അളന്നെടുക്കാനാകാത്ത സ്നേഹവും ആത്മാർത്ഥതയും ആ വ്യക്തിയിലുണ്ടാകും. കാരണം ആ വ്യക്തിയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിച്ച ആ വ്യക്തിയെ നയിക്കുന്നതുകൊണ്ട് ആ ഭക്തന് നിശ്ചയമായും ദൈവത്തോട് വലിയ സ്നേഹമുണ്ടാകും. ആ സ്നേഹത്തിനൊരു കുറവോ ഒരു പരിമിതിയോ ഒരിക്കലും വരികയില്ല. ഈ ലോകത്തിൻ്റേതായി ഏതെങ്കിലും കാരണത്താൽ ആ വ്യക്തി ദൈവസ്നേഹത്തിൽ നിന്ന് തെല്ലും അകന്നു പോകുകയില്ല, അന്യപ്പെടുകയില്ല എന്നുള്ളതുകൂടെ നാം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം സാഹചര്യവശാൽ മാറി മറയുന്നുവെങ്കിൽ കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല നമ്മളായിരിക്കുന്നത്. ഇന്ന് ചിലരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രതീക്ഷകളും നടന്നു കിട്ടാൻ ദൈവം അവർക്ക് അനുകൂലമാകണം എന്നവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവത്തോട് സ്നേഹമുണ്ടാകില്ല. പിന്നെ സ്നേഹമുണ്ടാകുന്നത് അതുപോലെ മറ്റൊരാവശ്യം വരുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിപ്പാൻ കഴിയണമെങ്കിൽ, സഹജീവിയെ അതുപോലെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തി നയിക്കപ്പെടേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാനോ പരസ്പരം സ്നേഹിക്കുവാനോ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹം മനസ്സിലാക്കാനും കഴിയില്ല. ഇന്ന് ഒരുപാട് പേരുടെ പരാതി എന്താണ്? ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആളുകൾ വലിയ ഭക്തരായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ വരുമ്പോൾ അവർ സങ്കടപ്പെട്ട് പറയുകയാണ്, പരിഭവിച്ചും പരിതപിച്ചും പറയുകയാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം? അവർ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല.
അതുപോലെ ഇന്ന് പലരും അവരുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം തിരിച്ചറിയുന്നില്ല. പ്രാണതുല്യം തന്നെ സ്നേഹിക്കുന്ന ചിലരുടെ സ്നേഹമെങ്കിലും തിരിച്ചറിയാൻ ഇന്ന് പലർക്കും ആകുന്നില്ല. ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ ഭർത്താവിനെ ശത്രുവായി കണ്ട് അദ്ദേഹത്തോട് നിരന്തരം പോരാടുകയും അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തുകയും ചെയ്യുന്ന ചില ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ പ്രാണതുല്യം സ്നേഹിക്കുന്ന, തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഭാര്യയെ നിരന്തരം കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും അവളെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ഭർത്താക്കന്മാരുമുണ്ട്. ആ ചില എന്ന പ്രയോഗത്തിനകത്ത് നിങ്ങളും പെടുമോ എന്നുള്ളതാണ്, അല്ല നമ്മളും പെടുമോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടതായ ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം അനുഭവിക്കാനും അത് തിരിച്ചറിയാനും കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനം ഉണ്ടാകണം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തെ അത് സ്നേഹമാണെന്ന് മനസ്സിലാക്കി അവരെ അതുപോലെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനത്തിലല്ല ഞാൻ ഉള്ളത് എന്നതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. അതുപോലെ എൻ്റെ ദൈവത്തെയും എനിക്ക് പ്രിയപ്പെട്ടവരെയും എനിക്ക് സ്നേഹിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിച്ച് എന്നെ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പിക്കാൻ വരട്ടെ. അതുപോലെ കർത്താവിൻ്റെ ആത്മാവ് നടത്തുന്നവരോട് കർത്താവ് പഠിപ്പിച്ച് നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങൾ സ്നേഹിപ്പിനെന്നാണ്. പലവിധ കാരണങ്ങളാൽ പല സാഹചര്യത്തിൽ വെച്ച് പലപ്പോഴും നമ്മെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുണ്ട്, വേദനിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്, പീഡിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്, നിന്ദിച്ചിട്ടുള്ള ആളുകളുണ്ട്, പരിഹസിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെയും അത് മറന്ന് സ്നേഹിപ്പാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടണം. തൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി തന്നെ നഗ്നനാക്കി തൻ്റെ ശരീരം മുഴുവൻ ഉഴുതുമറിച്ച് തന്നെ താടിമീശകൾ പറിച്ചെടുത്ത് പെരുവഴിയോരത്ത് പരസ്യമായ കാഴ്ചയായി കുരിശേറ്റിയവരെ സ്നേഹിച്ചിട്ട് പിതാവേ ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് മശിഹാ തമ്പുരാൻ പ്രാർത്ഥിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ആ ഒരു മനോനിലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. അതാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്ന മനുഷ്യരുടെ പ്രത്യേകത. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തി നോക്കണം. എന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ? ആണെങ്കിൽ ഞാനൊരു ഭക്തയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഒരു ഭക്തയായിട്ടില്ല എന്ന് നമ്മളെ തന്നെ വിലയിരുത്തണം. പിന്നെ പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും, സന്തോഷം കൊടുക്കുന്നവരായിരിക്കും. യഥാർത്ഥ സന്തോഷം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഇന്ന് പലരും ബോധ്യപ്പെട്ടിട്ടില്ല. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകുന്നതും മദ്യപിക്കുന്നതും രസിക്കുന്നതും അതിൻ്റെ പേരിൽ കുറേ ബഹളമുണ്ടാക്കുന്നതും ഈ ആധുനിക ഭാഷയിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറേ അടിച്ചു പൊളിക്കുന്നതുമൊക്കെയാണ് സന്തോഷമെന്നാണ് ഇപ്പോൾ കാലഘട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. യഥാർത്ഥ സന്തോഷം ഇതൊന്നുമല്ല. പാപത്താൽ പിടിക്കപ്പെട്ട് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിന് യോഗ്യനായി തീർന്ന് മരണത്തിന് അവകാശിയായി തീർന്ന എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ തൻ്റെ പാപപരിഹാര യാഗത്താൽ പാപമോചനം സാധ്യമാക്കി വീണ്ടെടുത്ത് രക്ഷിച്ച് ഒരിക്കലും മരിക്കില്ല എന്ന് ഉറപ്പ് തന്ന് മരണമില്ലാത്തവനായ പരിശുദ്ധനായ ദൈവത്തോട് ചേർത്ത് വെച്ച് നിത്യജീവന ഓഹരിക്കാരും അവകാശികളുമാക്കി തീർത്തിരിക്കുന്നു എന്ന ആന്തരിക ബോധം നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്തെന്ന് നമ്മൾ അറിയുന്നത്. ഇനി മരണത്തെ പേടിക്കാനില്ല, ഇനി നാശത്തെ പേടിക്കാനില്ല, ഇനി നിത്യജീവൻ്റെ അനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞവർ അനുഭവിക്കുന്ന ആനന്ദമാണ് യഥാർത്ഥ ആനന്ദം. അതാണ് ഭക്തർ അനുഭവിക്കുന്ന ആനന്ദം. ഈ ലോകപ്രകാരം അവർക്ക് കഷ്ടമുണ്ട്, ക്ലേശമുണ്ട്, രോഗമുണ്ട്, പീഡയുണ്ട്, പ്രയാസമുണ്ട്, ലോകപ്രകാരമുള്ള മരണവുമുണ്ട്. പക്ഷേ ഭക്തൻ്റെ മുഖം വാടുകയില്ല, കണ്ണുകളിലെ ജ്വാല കെട്ടുപോകുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തനായ മനുഷ്യൻ്റെ ഉള്ളം എപ്പോഴും പറയുന്നത്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് നിത്യജീവന് ഓഹരിയും അവകാശവും കിട്ടിയിരിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ മഹത്വരാജ്യത്തിൽ അംഗമാകുന്നു, അവകാശിയാകുന്നു. ഈ പരമാർത്ഥം, ഈ വലിയ പരിജ്ഞാനം ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളത്തെ ഭരിക്കുവാൻ തുടങ്ങിയാൽ ആ ദൈവ പൈതൽ നിശ്ചയമായും ഭക്തരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭക്തരുടെ ഗണത്തിലാണോ ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മെ തന്നെ വിലയിരുത്തുവാൻ ഈ ചിന്ത നമുക്ക് സഹായകമായി തീരുമല്ലോ. അതുപോലെ പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ് സമാധാനം. സമാധാനം അനുഭവിക്കുവാനും സമാധാനത്തെ നൽകുവാനും കഴിയുമ്പോഴാണ് ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിത്തീരുന്നത്. ഇന്ന് ഒരുപാട് പേരുടെ പ്രധാനപ്പെട്ട പരാതി എനിക്ക് സമാധാനം ഇല്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളാണ് അവർ നിരത്തുന്നത്. ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, എൻ്റെ ജോലി സുരക്ഷിതമല്ല, എനിക്ക് കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് സാമ്പത്തികമായി കുറേ പ്രയാസങ്ങളുണ്ട്, എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല,
എൻ്റെ മക്കളുടെ സ്വഭാവത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ കാണുന്നു, സമാധാനമില്ല. സത്യത്തിൽ സമാധാനത്തിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ആദ്യം പറഞ്ഞില്ലേ സന്തോഷത്തിൻ്റെ മാനദണ്ഡം, അതുപോലെ തന്നെ ഇനി എനിക്ക് മരണമില്ല, ഇനി എനിക്ക് നാശമില്ല, ഇനി എനിക്ക് നരകമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നാശമോ ദോഷമോ വരാനില്ല. എല്ലാം തീർത്തവൻ എന്നെ വീണ്ടെടുത്ത് എന്നെ തൻ്റെ സ്വന്തമാക്കി തീർത്ത് വിലമതിക്കാനാകാത്ത പരമാനന്ദത്തിന് എന്നെ അർഹനാക്കി തീർത്തിരിക്കുന്നു എന്ന ആന്തരിക ബോധത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ഉടലെടുക്കുന്നത്. ഈ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നവർ എവിടെയും സമാധാനം അനുഭവിക്കും. കാം ആൻഡ് ക്വയറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ അവർ വളരെ ശാന്തരായിരിക്കും. അവരെ സംബന്ധിച്ച് ഈ ലോകം ഇളകി മറിഞ്ഞാലും അവർ സ്വസ്ഥമായിട്ടിരിക്കും. അതല്ലേ 46-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടുന്നത്? എന്താ പറയുന്നത്? ഈ ഭൂമി ആകമാനം ഇളകി മറിഞ്ഞാലും സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ ഓളം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാരണം? ദൈവം എൻ്റെ സങ്കേതവും എൻ്റെ ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭാഗ്യവാനായ ഭക്തൻ്റെ ജീവിതത്തിലെ ഒരു ആഴമേറിയ പരിജ്ഞാനമാണ് ഈ പറഞ്ഞത്. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഈ പരിജ്ഞാനം ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഭൂലോകമാകമാനം ഇളകി മറിഞ്ഞാലും ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ ചന്ദ്രഹാസം മുഴക്കിയാലും നിശ്ചയമായിട്ടും ഭക്തൻ സമാധാനത്തോടെ ഇരിക്കും. ഇന്നൊരുപാട് പേരുടെ പ്രശ്നം ഇതാണ്, സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ സമാധാനം തേടുന്നത് കർത്താവിലല്ല, കർത്താവിൽ അവർ ആശ്രയം വയ്ക്കുന്നില്ല. കർത്താവിൻ്റെ സങ്കേതമാണ് ബലമാണെന്നവർ ഉറപ്പിക്കുന്നില്ല, അതവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നില്ല. അവർ ആശ്രയം വയ്ക്കുന്നതും സങ്കേതം വയ്ക്കുന്നതും ഈ ലോകത്തിൻ്റെ ചില മുഖാന്തിരങ്ങളിലോ വൈദ്യശാസ്ത്രത്തിലോ മറ്റ് ശാസ്ത്രങ്ങളിലോ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളിലോ ഒക്കെ ആകുമ്പോൾ അവ പരാജയപ്പെടുന്നിടത്ത് മനുഷ്യൻ ആകുലനായിത്തീരുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1.25 വർഷമായി ലോകം മുൾമുനയിൽ നിൽക്കുകയാണ്. ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണത്. ഇതൊന്നുമല്ല യഥാർത്ഥ ആശ്രയത്വത്തിൻ്റെ മേഖല. കർത്താവിനെ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. അത് കഴിയണമെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നാം മാറണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭക്തർക്ക് ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ആശ്രയം കർത്താവിലാണ്. അതുകൊണ്ട് ഈ ഭൂമി ഇളകി മറിഞ്ഞാലും ഇനി മരണം മുന്നിൽ നിന്ന് നൃത്തം ചവിട്ടിയാലും അവർക്ക് ഭയമുണ്ടാകില്ല. അവർ അപ്പോഴും സമാധാനത്തോടെ ഇരിക്കും. മരണം വന്ന് മുന്നിൽ നിന്നിട്ട് നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ സമാധാനത്തോടെ കർത്താവിൻ്റെ ഭക്തൻ പറയും, ആമേൻ, സന്തോഷമായി, എനിക്ക് ഈ ഭൗമലോകത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ച എൻ്റെ കർത്താവിൻ്റെ മഹത്വ സദസ്സിലേക്ക് വളരെ വേഗം ചെന്നെത്താൻ അവസരമായല്ലോ, അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനെന്ന് പറയും. മരണം തന്നെ ഒന്ന് പകച്ചു പോകുന്ന രംഗമാണത് പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്ന ഭക്തർക്ക് ഒരിക്കലും ഒന്നിലും പരാതി ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രശ്നം എന്താണ്? യഥാർത്ഥ ഭക്തരല്ലാത്തത് കൊണ്ട് അവർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമായി അടുത്ത് ഇടപഴകുന്ന ആർക്കും അവർ സമാധാനം കൊടുക്കില്ല. ഈ സമാധാനം ഒരിക്കലും അനുഭവിപ്പാൻ കഴിയാത്തവരാണ് ആർക്കും സമാധാനം കൊടുക്കാതിരിക്കുന്നവർ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ആർക്കും സമാധാനം കൊടുക്കാത്തവരാണ് ഒരിക്കലും എനിക്ക് സമാധാനം ഇല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഈ പറഞ്ഞ കേസിലെ 1-ാം പ്രതി ഒരുപക്ഷെ നിങ്ങളായിരിക്കും. സമാധാനം അനുഭവിപ്പാനോ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാനോ കഴിയാതെ എപ്പോഴും സമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് സ്വയം സമാധാനമില്ലെന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ട് കഴിച്ചു കൂട്ടുന്ന ആരൊക്കെയോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനമില്ല. അവിടെ ജീവിതത്തിൽ ഭക്തി എന്നുള്ളത് അന്യമായി പോയിരിക്കുന്നു. പിന്നെ ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ആത്മസംയമനം ഇവയൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന ഗുണഗണങ്ങളാണ് എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തത്തുല്യമായ കാഴ്ചപ്പാടുകളൊന്നും നിലനിൽക്കുന്നില്ല എങ്കിൽ നാം ഇപ്പോഴും ഭക്തരുടെ ശ്രേണിയിലല്ല ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ നാം ഭക്തിയുടെ പാതയിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നത് നമ്മൾ ഈ പാതയിൽ തന്നെയാണെന്നാണ്. നമ്മളുമായി അടുത്ത് സമ്പർക്കം ചെയ്യുന്നവർ കൂടെ അത് സമ്മതിച്ച് തരണ്ടേ പ്രിയപ്പെട്ടവരെ. എന്നാൽ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നാം അഭിനയിക്കണമെന്നല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളോട് ബന്ധപ്പെടുന്നവർക്ക് നമ്മളിങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വാഭാവികമായും അവർ നമ്മുടെ പാതയിൽ നടക്കുവാൻ തീരുമാനിക്കും. എന്നുവെച്ചാൽ അത് യേശുക്രിസ്തുവിലേക്കുള്ള വഴിയായിരിക്കും, അത് രക്ഷയിലേക്കുള്ള വഴിയായിരിക്കും, അത് ദൈവിക കൃപയിലേക്കുള്ള വഴിയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമായി ദൈവസന്നിധിയിൽ കാണപ്പെടണം. ഇവിടെ മറ്റൊരു കാര്യം കൂടി അപ്പോസ്തലൻ 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് പല ആളുകളും വലിയ ഭയത്തിൻ്റെ പിടിയിലാണ്. എന്തേ? ഇതുവരെ ഭക്തരായി തീർന്നിട്ടില്ല. അച്ഛനത് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്: കാളിയെ പേടി, കൂളിയെ പേടി, ഗുളിയനെ പേടി, സമയത്തെ പേടി, രാഹുവിനെ പേടി, കേതുവിനെ പേടി, ഇടത്തോട്ട് തിരിയാൻ പേടി, വലത്തോട്ട് തിരിയാൻ പേടി, മുന്നോട്ട് നടക്കാൻ പേടി, ഒരിടത്ത് ഇരിക്കാൻ പേടി, എഴുന്നേൽക്കാൻ പേടി, ഉറങ്ങാൻ പേടി. ഭക്തരാ. ഇങ്ങനെ പേടി അവരെ പിടികൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരിടത്തും നിൽക്കുന്നില്ല. ഇങ്ങനെ ഉഴറി നടക്കുകയാണ്. ഏത് പള്ളിയിൽ ചെന്നാലാണ്, ഏത് ധ്യാനഗുരുവിനെ കണ്ടാലാണ്, ഏത് അച്ഛനെ കണ്ടാലാണ്, അല്ലെങ്കിൽ ഏത് ബ്രദറെ കണ്ടാലാണ്, ഏത് സിസ്റ്ററെ കണ്ടാലാണ് എനിക്ക് സമാധാനം കിട്ടുക? അവരിങ്ങനെ തെക്ക് വടക്ക് സമാധാനമില്ലാതെ ഓടുകയാണ്. രാവിലെ നേരം പുലർന്നാൽ അപ്പോൾ അവർ ഫോൺ ചെയ്യാൻ തുടങ്ങും. നമ്പർ അറിയാവുന്ന സകല ശുശ്രൂഷകരെയും വിളിക്കും. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നോട് സംസാരിക്കണം, എനിക്ക് കൗൺസിലിംഗ് വേണം, എന്നെ ഒന്ന് കേൾക്കണം, എന്നോട് അല്പനേരം സംസാരിക്കണം. എന്തേ? അവർക്ക് സ്വസ്ഥതയില്ല, അവർക്ക് ഭയമാണ്. ജീവിതം മുഴുവനും അവരെ ഭയം മൂടി അതിലവർ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉലഞ്ഞ് ഓടുകയാണ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി 7 ദിവസം താമസിച്ച് ധ്യാനം കൂടിയിട്ട് ഇറങ്ങി വീട്ടിലേക്കല്ല പോകുന്നത്, അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്കാണ് അവർ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാലും വീട്ടിലേക്കല്ല പോകുന്നത്, 3ാമത്തെ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. എന്തേ കാര്യം? അവർക്ക് ഭയമാണ്. ഈ ജീവിതത്തിൽ എന്തിനേയും ഏതിനേയും അവർക്ക് ഭയമാണ്. അവർ മറ്റൊന്നും കണ്ടെത്താനോ എത്തിപ്പിടിക്കാനോ ഉള്ള ഓട്ടത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ ജീവിക്കാൻ പോലും മറന്നു പോകുന്നവരാണ്. ശരിക്കും മനോനില തെറ്റിയവരെ പോലെ അവർ ഇങ്ങനെ ഉഴറുകയാണ്. എന്തേ കാരണം? ഇന്ന് വരെ അവർ ഭക്തി എന്തെന്ന് അറിഞ്ഞിട്ടുള്ളവരല്ല. നമ്മൾക്കൊരു കാഴ്ചപ്പാടുള്ളത് നിരന്തരം ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ മുടങ്ങാതെ ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഭയങ്കര ഭക്തരാണെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേറൊരു ജോലിയും അവർ ചെയ്യുന്നില്ല, ഒരു വരുമാനവും കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിന് അവരെ കൊണ്ടൊരു പ്രയോജനമില്ല, അവരുടെ പങ്കാളിക്കോ മക്കൾക്കോ അവരെ കൊണ്ട് പ്രയോജനമില്ല. അവരിങ്ങനെ ഭക്തി അന്വേഷിച്ച് നടക്കുകയാണ്. സത്യത്തിൽ അത് ഭക്തി ഉള്ളത് കൊണ്ടല്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. അവരുടെ ഉള്ളിൽ എന്തോ ഭയം അവരെ വല്ലാതെ എത്തിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം കിട്ടാനുള്ള വട്ടവും നീളവുമുള്ള ഓട്ടമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉഴറേണ്ടി വരില്ല. കാരണം ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇരുന്ന് അവരോട് പറയും: കുഞ്ഞെ, നീ പേടിക്കണ്ട, നീ പ്രാപിച്ചിരിക്കുന്നത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ. ചോദിക്കട്ടെ, അപ്പനരികിലുണ്ടെങ്കിൽ പിന്നെ മകൻ എന്ത് പേടിക്കാൻ, മകൾക്ക് എന്ത് പേടിക്കാൻ? അപ്പൻ്റെ മടിയിൽ അല്ലെങ്കിൽ അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെന്ത് ഭയപ്പെടാൻ? അപ്പനോ അമ്മയോ ചാരത്തില്ലെന്ന അറിവിൽ നിന്നല്ലേ ഒരു കുഞ്ഞ് അസ്വസ്ഥതപ്പെടാൻ തുടങ്ങുന്നത്? അപകടം മുന്നിൽ കാണുമ്പോൾ ഒരു കുഞ്ഞ് അലറിക്കരയുന്നത് അപ്പൻ എൻ്റെ അരികിലില്ലെന്ന് ആ കുഞ്ഞിനെ ഉലയ്ക്കുമ്പോഴല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൻ എൻ്റെ അരികിലുണ്ടെന്ന ഉള്ളിൽ ഉറപ്പുള്ള ഒരു കുഞ്ഞും ഇപ്പോൾ ചഞ്ചലപ്പെടുകയില്ല. ഇവിടെയാണ് നാം പ്രാപിച്ച പരിശുദ്ധാത്മാവ് നമ്മെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ധരിപ്പിച്ചിരിക്കുന്നതെന്ന്. അബാപിതാവേ എന്ന് നമുക്ക് അവകാശത്തോടെ വിളിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗ്യത കൽപ്പിച്ച് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നത് ഈ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് നാം ഭക്തരായിത്തീരുന്നത്, ഭക്തിയുടെ ഒരു യഥാർത്ഥ നിലയിൽ നാം എത്തിച്ചേരുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത്.
മനസ്സിലാക്കുന്നത്. ഈ പ്രബോധനം തരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. വീണ്ടും അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നോക്കണം, നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന്. ദൈവത്തിൻ്റെ മക്കളാകുന്നു നമ്മളെങ്കിൽ പിന്നെ എന്തിനെ നാം ഭയപ്പെടണം? എന്തിനെ നാം ഭയപ്പെടണം? ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒരിക്കലും ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഈ വലിയ പരിജ്ഞാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളത്തിൽ നിറച്ചു തരുന്നത്? പിന്നെ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? എനിക്കിന്ന് പലപ്പോഴും തോന്നുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, ഈ ലോകത്ത് ആളുകൾക്ക് മരണമെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ മരണത്തെ പേടിക്കുന്നത്? മരണത്തെ പേടിക്കാൻ ഒരു കാര്യവുമില്ല. അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ലേ ആശങ്കയുണ്ടാക്കുന്നത്. ആശങ്കപ്പെടേണ്ട. ഒരു ഭക്തനെ സംബന്ധിച്ച് അത് സംഭവിക്കുമ്പോൾ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഒരു പ്രമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫർ കിട്ടും ദൈവത്തിൻ്റെ അരികിലേക്ക്, പറുദീസയിലേക്ക്, പരമാനന്ദത്തിലേക്ക്, വിശുദ്ധന്മാരുടെ സംഘത്തിലേക്ക്, സിദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക്. അവിടേക്കുള്ള പ്രമോഷൻ കിട്ടുന്ന വാതിലാണ് നമ്മളീ പറയുന്ന മരണം. അതിന് പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ പേടിക്കുന്നത്? ആനന്ദത്തിൽ നിന്ന് പരമാനന്ദത്തിലേക്കുള്ള പടിവാതിലാണ് മരണമെങ്കിൽ പിന്നെ മരണത്തെ എന്തിന് ഭയപ്പെടണം? ഈ തിരിച്ചറിവ് നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും പിന്നെ പേടിക്കാൻ കാര്യമില്ല. അങ്ങനെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു ഭക്തനായ ദൈവദാസനാണ് ഇങ്ങനെ തൻ്റെ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ പാടി വച്ചത്. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നു എന്ന്. ആ മനോഹരമായ വരികൾ നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ മനുഷ്യൻ വലിയ പ്രത്യാശയോടുകൂടിയാണ്, വലിയ ആനന്ദത്തോടു കൂടിയാണ് ആ കടന്നു പോകുന്നത്. അതാണ് ഭക്തൻ്റെ കാഴ്ചപ്പാട്. ഈ ലോകത്തങ്ങനെ ഒരുപാട് പേരൊന്നും ഈ ഒരു കാഴ്ചപ്പാടിൽ കടന്നു പോയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഭക്തിയുടെ ആഴം തിരിച്ചറിയണം. ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുമ്പോൾ വാത്സല്യമുള്ളവരെ, നാം എത്രത്തോളം ആഴപ്പെടണം നമ്മുടെ ഭക്തിയിലെന്ന ഈ ചിന്ത നമ്മെ ഇപ്പോൾ പരിജ്ഞാനപ്പെടുത്തുകയാണ്. നാം അത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കരുത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, അസ്വസ്ഥതപ്പെടേണ്ടതില്ല, ഉള്ളം ഉലഞ്ഞു പോകേണ്ടതില്ല. നിങ്ങൾ അനാഥരല്ല, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. ആ തമ്പുരാൻ അരികത്തുണ്ട്, എന്തിനും ഏതിനും മതിയായവനായി. അപ്പോൾ പിന്നെ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ഈ ബോധ്യം നമുക്കുണ്ടാകും. ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുകയും ചെയ്യാതെ വരുമ്പോഴാണ് മുഴുവൻ ആശങ്കകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോഴാണ് സ്നേഹം തണുത്തു പോകുന്നത്, അപ്പോഴാണ് നമ്മളിൽ സന്തോഷം ചോർന്നു പോകുന്നത്, അപ്പോഴാണ് നമ്മുടെ സമാധാനം നമ്മിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നത്, നമുക്ക് ക്ഷമയില്ലാതെയാകുന്നത്, നാം ആകെ അസ്വസ്ഥരാകുന്നത്. അതാണ് ചുരുക്കി പറഞ്ഞാലുള്ള ഒറ്റ വാക്ക്. ജീവിതത്തിൻ്റെ എല്ലാ സുഖവും നഷ്ടപ്പെട്ടു പോകുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാത്ത സാഹചര്യത്തിൽ നാം ഭക്തരുടെ ഗണത്തിൽ എണ്ണപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ഭക്തൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ട് നാം ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനത്തിന് വേണ്ടി. നാം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനത്തിന് വേണ്ടി. നാം നിരന്തരം ദൈവസന്നിധിയിൽ ജാഗരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പരിപാലനത്തിന് വേണ്ടി. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. പരിശുദ്ധാത്മ പരിപാലനത്തിൻ്റെ ജീവിതം തന്നെയാണോ എൻ്റെ ജീവിതമെന്ന്. അങ്ങനെ വിജയകരമായ നല്ല ഭാവി കണ്ടെത്തുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് മാറോട് ചേർത്ത് ചാരത്തിരുത്തി ഞങ്ങളെ വാത്സല്യത്തോടെ തലോടി ഞങ്ങളെ പ്രബോധിപ്പിക്കുകയായിരുന്നല്ലോ. ഒരു യഥാർത്ഥ ഭക്തൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭാഗ്യവാനായിരിക്കുമെന്ന്, ഭാഗ്യവതിയായിരിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങളിന്ന് കേട്ടത് ഞങ്ങളുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് മനനം ചെയ്യാൻ, ഞങ്ങൾ എത്രത്തോളം ഭക്തരാണ് എന്നൊന്ന് വിലയിരുത്താൻ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എങ്ങനെ നയിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഇന്ന്
ബോധ്യം തന്നല്ലോ, പ്രബോധനം തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ, ബലഹീനതകളെ പരിഹരിക്കണമേ. ഞങ്ങളെ ഭക്തിയുടെ സൂക്ഷ്മതയുള്ള തലങ്ങളിലൂടെ നടത്തണമേ. ഞങ്ങളെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കണമേ. ഞങ്ങൾ കർത്താവിന് പ്രസാദാത്മകമായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ കാണുന്നവർ യഥാർത്ഥ ഭക്തി എന്തെന്ന് ഞങ്ങളെ കണ്ട് ബോധ്യപ്പെടുവാൻ കൃപയാൽ സഹായിക്കണമേ. അവിടുത്തെ പരിപാലനം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Everybody